ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടയൊന്നും യൂസ് ചെയ്യാണ്ട് അതിന് പകരം ബസ്മതി റൈസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബസ്മതി റൈസ് ആണെങ്കിലും അട കൊണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള അതേ ടേസ്റ്റിൽ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി ചെയ്യാനായിട്ട് നമുക്കങ്ങനെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. പാലും പഞ്ചസാരയും പിന്നെ ബസ്മതി റൈസും മാത്രം മതി. പാല് നമുക്ക് 1 ലിറ്റർ പാലാണ് വേണ്ടത്. പക്ഷേ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്ററിനേക്കാൾ കുറച്ച് കുറവേ ഉള്ളൂ പാല്. അതുകൊണ്ട് തന്നെ പായസം കുറച്ചൊന്ന് തിക്കായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കറക്റ്റ് 1 ലിറ്റർ പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അളവുകളെല്ലാം പെർഫെക്റ്റ് ആണ്. ബസ്മതി റൈസ് ഒരു 4 ടേബിൾ സ്പൂണോളം വേണം. ഇതങ്ങനെ കറക്റ്റായിട്ട് അളന്നെടുക്കണമെന്നൊന്നുമില്ല. ഏകദേശം ഒരു പിടിയോളം ബസ്മതി റൈസ് എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ അരി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല. പൾസ് ബട്ടണിലിട്ട് ഒരു 2 തവണ കറക്കി കഴിയുമ്പോൾ തന്നെ പാകത്തിന് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ നമുക്ക് പായസത്തിലേക്ക് വേണ്ട പഞ്ചസാര വേണം. ഒരു 3/4 കപ്പിനും 1 കപ്പിനും ഇടയിൽ വേണം പഞ്ചസാര എടുക്കാനായിട്ട്. 1 കപ്പ് തികച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മധുരം കുറച്ച് കൂടുതലായിരിക്കും. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ്. ഒരു 4-5 ലിറ്ററിൻ്റെ കുക്കറാണ് നമുക്ക് വേണ്ടത്. തീരെ ചെറിയ കുക്കർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് ചീറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും ബസ്മതി റൈസും ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം കുക്കർ അടയ്ക്കാൻ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യത്തെ ഒരു വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. പാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചീറ്റിയിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. ഇനിയുള്ള 30 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പാല് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് 30 മിനിറ്റ് മാത്രം മതി. അത് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടണം. ഇത് പെട്ടെന്ന് തന്നെ എയർ കളഞ്ഞിട്ട് തുറന്നു നോക്കരുത്. കുറച്ചു നേരം ഇരുന്ന് ഇതിൻ്റെ എയർ തനിയെ പോകണം. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ ഇങ്ങനെ പാൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയതുപോലെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും ശരിയാവും. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാല് കുറച്ച് കുറവായിരുന്നത് കൊണ്ട് തന്നെ പായസം അല്പം തിക്കായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചേർത്തിരിക്കുന്നത് അടയല്ലെന്ന് ആരും പറയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.